ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നും പതിവ് പോലെ കൊട്ടായിട്ട് പറമ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്ന് പിന്നെ വന്നിട്ടുള്ളത് മഞ്ഞൾ പറിക്കാനാണ്. നമ്മുടെ പറമ്പിൽ കുറച്ച് മഞ്ഞളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചങ്ങാണ്ട് ഞാനിന്ന് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ ആക്കി എടുത്തുങ്ങാണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കാന്നാണ് നോക്കാൻ പോണത്. എല്ലാവർക്കും അറിയുണ്ടാവും മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് മഞ്ഞൾ പറിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതൊരു വ്യത്യസ്തമല്ലേ. അപ്പം ഞാനതൊന്ന് വീഡിയോ ആയി കാണിച്ചിടാൻ വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കുറവായി പോയിട്ടാ. കാരണം വെച്ചാൽ ഇപ്രാവശ്യം മഞ്ഞൾ ചെടിയൊക്കെ നശിച്ചു പോയി. മഴ പെയ്തിട്ട് നല്ല വെള്ളം കയറിയെന്ന്. അപ്പോൾ അത് കാരണം കുറേയൊക്കെ നശിച്ചു പോയി. കുറച്ചൊക്കെ മഞ്ഞൾ കിട്ടിയല്ലോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ മഞ്ഞളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് നല്ല വിത്ത് നോക്കി സെലക്ട് ചെയ്യണം. ഇത് എനിക്കറിയില്ല, ഇപ്പോഴാണ് ഇതൊക്കെ നോക്കി മാറ്റി വെക്കുന്നത്. നമുക്കിനി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് വിത്തൊക്കെ ഇതൊക്കെ മാറ്റി വെച്ചതാണ്. നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയൊക്കെ ഒന്ന് കഴുകട്ടെ. നല്ല വൃത്തിക്ക് തേച്ച് വരുത്തി കഴുകണം. ഒക്കെ നല്ല ചളിവിളിക്കണം. അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് പിന്നെ ഇത് ഞങ്ങളൊന്ന് ചുരണ്ടി കളയുന്നുണ്ട്. ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യൂല, പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്തിട്ടാണ് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കൽ. ചിലരൊക്കെ ഇത് കഴുകിങ്ങാണ്ട് അച്ചലേക്ക് ഉണക്കി പൊടിക്കുക ചെയ്യൽ. ഞങ്ങളിത് നല്ലോണം കഴുകി പിന്നെ ഇതിൻ്റെ ചുരണ്ടി തൊലിയൊക്കെ കളഞ്ഞ് പിന്നെയും കഴുകി പിന്നെ ഇത് ഞങ്ങൾ ചുടുവെള്ളത്തിലിട്ട് പുഴുങ്ങും. പുഴുങ്ങിയതിന് ശേഷമാണ് പൊടിച്ചെടുക്കൽ. മഞ്ഞൾ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഉണക്കി പൊടിക്കണല്ലാതെ വേറൊരു രീതിയുണ്ട്. അത് ആവിക്ക് വേവിച്ചിട്ട് ഉണക്കി പൊടിക്കുന്നതാണ്. അത് ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ചെയ്യണം, ഞാൻ ആരും ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളിത് സ്ഥിരമായിട്ട് ഇങ്ങനെ പുഴുങ്ങാണ് ചെയ്യൽ. എൻ്റെ കയ്യിലേക്കൊക്കെ കുറേ തെറിച്ച് ഞാൻ ഈ ചെമ്പട്ടിയിലേക്ക്, വലിയ ചെമ്പാണ് ഈ ചെമ്പ്, ഇനി ഒന്നിനും പറ്റൂല കേട്ടോ. പക്ഷേ മഞ്ഞൾ പുഴുങ്ങാൻ പറ്റും. കുറേയൊക്കെ മഞ്ഞ കളർ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിലേക്കൊക്കെ കുറേയൊക്കെ തെറിച്ച്. അപ്പോൾ ഞാൻ പൊസിഷൻ മാറ്റി ഇപ്പുറത്ത് ഇട്ട് കൊടുത്ത്. ഇനി ഇതിവിടെ കിടന്ന് കുറച്ച് നല്ല വെന്തോട്ടെ. നല്ലോണം അടുപ്പ് കത്തിച്ച് നല്ല വെന്തതിന് ശേഷമാണിത് കോരിയെടുത്തിട്ട് ഒന്ന് ഊറ്റിയെടുക്കണം. വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം പിന്നെ കൊണ്ടുപോയിട്ട് നല്ല വെയിലിലോടുത്ത് കൊണ്ടുപോയി വിരിച്ചിട്ട് കുറേ ദിവസം ഉണങ്ങട്ടെ. ഏകദേശം ഒരു ഉണങ്ങിന്ന് പരുവായി കണ്ടാലാണ് ഇത് കൊണ്ടുപോയി പൊടിക്കുക. ഇതിപ്പോൾ ഈ കൊട്ടൻ്റെ പകുതിയോളുണ്ട്. പക്ഷെ ഇത് ഉണങ്ങി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. 1-2 മാസത്തേക്കുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാവുള്ളൂ. ഒരുപാട് കാലം നിലനിൽക്കാനുള്ള മഞ്ഞൾപ്പൊടിയൊന്നും ഇല്ല. അപ്പം ഇതിന് ഞാൻ ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു പരുവം കാണിച്ചുതരാം. നമ്മളിത് വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞളായതുകൊണ്ടാണ് തോന്നുന്നത് വലിയ കട്ടിയും കനൊന്നുമില്ല. നല്ലോണം ഉണങ്ങിപ്പോയി. അങ്ങനെ ഉണങ്ങിയിട്ട് ഏകദേശം ഇതേ പരുവായിട്ടുണ്ട്. ഇതിന് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാനെന്നുള്ള സാധനമില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് മിക്സിയിലിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ വരും കേട്ടോ. പക്ഷെ ആരും പേടിക്കേണ്ട, മിക്സിക്കൊന്നും പറ്റില്ല. കുറേശ്ശെ പൊടിച്ചാൽ മതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറേശ്ശെ പൊടിക്കുമ്പോൾ മിക്സി ചൂടാവുമ്പോൾ ഓഫാക്കണം കേട്ടോ. ഓഫാക്കിയിട്ട് പിന്നെ ചൂടൊക്കെ മാറിയതിനു ശേഷം പിന്നെ ഇട്ട് പൊടിക്കാം. അങ്ങനെ ഒരു 2-3 ട്രിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് നല്ല സൂപ്പർ മഞ്ഞൾപ്പൊടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മഞ്ഞളൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 2-3 ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിനേക്കാളും കുറച്ചും കൂടി ഓറഞ്ച് കളറിലുണ്ടത്. സ്മെല്ലിലും കുറച്ച് വ്യത്യാസമുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ല കളറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കൽ കേട്ടോ. എപ്പോഴും ഉണ്ടാക്കണതല്ല. നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി വിളവെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. അല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ വാങ്ങിക്കുക തന്നെയാണ് ചെയ്യൽ.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാനുള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യും, പിന്നെ കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.